മടങ്ങി വരുമ്പോൾ കേരള കോൺഗ്രസിനും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ആശയക്കുഴപ്പമാണ്. കാരണം CPM CPI നേതൃത്വങ്ങൾ ഇന്നലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇടതുമുന്നണിയിലെ തൊട്ട് അടുത്ത കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിനും പ്രഖ്യാപനം നടത്താമായിരുന്നു. പക്ഷേ ഇന്നലെ അത് നടന്നില്ല. കാരണം ചില സീറ്റുകളിൽ കടുത്ത ആശയക്കുഴപ്പം ഇപ്പോഴുമുണ്ട്. സിറ്റിംഗ് സീറ്റുകളിൽ മാത്രമേ അവർക്ക് ധാരണയുണ്ടായിട്ടുള്ളൂ. പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുമോ എന്ന കാര്യത്തിലും പാർട്ടി നേതൃത്വത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. കടുത്തുരുത്തിയിലേക്ക് മാറി മത്സരിക്കുന്ന കാര്യം ജോസ് കെ മാണി ഇപ്പോഴും പരിഗണിക്കുന്നുണ്ടോ എന്നതാണ് സൂചന. 13 സീറ്റ് എന്ന ആവശ്യം CPM നേതൃത്വം അംഗീകരിക്കാത്തതിലും പാർട്ടിക്ക് വലിയ അതൃപ്തിയുണ്ട് എന്നതാണ് സാഹചര്യം. കേരള കോൺഗ്രസിന്റെ ആലോചനകൾ എങ്ങനെ? ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസിന് പ്രഖ്യാപനം നടത്താതെ വരുന്നതെന്നൊരു വലിയ ചോദ്യമാണ്. കാരണം കടുത്തുരുത്തിയിലോ ജോസ് മത്സരിക്കുന്ന കടുത്തുരുത്തിയിലോ പാലയിലോ അതിലൊരു വ്യക്തതയില്ല. മറ്റ് സീറ്റുകളിലും എന്താണ് കേരള കോൺഗ്രസിലെ ഈ ആശയക്കുഴപ്പത്തിന്റെ കാരണം? സജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സിറ്റിംഗ് സീറ്റുകളായെങ്കിലും ജോസ് കെ മാണി ഇല്ലാതൊരു സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ടത്തിൽ പുറത്തുവിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതാണ് ജോസ് കെ മാണിയെ സംബന്ധിച്ച് അവസാന ഘട്ടത്തിലും പലതരത്തിലുള്ള ചർച്ചകളും ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിയോടുകൂടി ജോസ് കെ മാണി വീട്ടിൽ നിന്ന് പോയതാണ്. ചില കേന്ദ്രങ്ങളിൽ കേരള കോൺഗ്രസ് നേതാക്കൾ കൂടിയാലോചന നടത്തുകയായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ കൂടിയാലോചനകളുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പാലായിൽ പ്രത്യേക അവിടുത്തെ നിയോജക മണ്ഡലത്തിന്റെ നേതാക്കളെയുമായുള്ള യോഗവും ചേരുന്നുണ്ട്. ഈ യോഗത്തിന് പിന്നാലെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഈ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് കൊണ്ട് ആണ് ഈ ഒരു പ്രതിസന്ധി ഉള്ളത്. സ്വാഭാവികമായിട്ട് സാഹിത്യം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുമുന്നണിയിൽ വളരെ വേഗത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത്. അതേ സാഹചര്യം തന്നെ ഒരുപക്ഷെ ജോസ് കെ മാണി വിഭാഗത്തിനും ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവരതിന് തുനിഞ്ഞില്ല എന്നുള്ളതാണ് കാണേണ്ടത്. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇല്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഈ ജോസ് കെ മാണി ഇടുക്കിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് സിറ്റിംഗ് MLA എല്ലാവരും തന്നെ മത്സരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങളും പുറത്തുമൊക്കെ സിറ്റിംഗ് MLA പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. അവരുടെ ഫേസ്ബുക്ക് വാളുകളിലടക്കം അവരുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഫലത്തിൽ അവർ തന്നെ നടത്തി മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. ഈ 13ാമത്തെ സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അതിൽ വലിയ അതൃപ്തിയുണ്ട്. അതായത് 13ാമത്തെ സീറ്റായി അവർ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം പോലും ചോദിച്ചിരുന്നു. തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ പക്ഷേ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉറച്ച നിലപാടെടുത്തതോടെ 12 സീറ്റിലേക്ക് അവർക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. പിറവം പോലുള്ള സീറ്റ് മാറ്റിയെടുക്കാൻ അവർ താല്പര്യപ്പെട്ടതാണ്. പക്ഷെ അതിന് പകരം മൂവാറ്റുപുഴയോ കോതമംഗലമോ നൽകണം എന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അതും മുന്നണി നേതൃത്വം പരിഗണിച്ചില്ല. അപ്പൊ ആ നിലയിൽ ചില അതൃപ്തികൾ കാര്യമായി തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് എത്തുന്നത്. എത്രത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു വലിയ കല്ലുകടിയാകും എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഇടതുമുന്നണി വളരെ വേഗത്തിൽ പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകുമ്പോൾ CPM CPI മുന്നോട്ട് പോകുമ്പോൾ ഈ അതാത് സ്ഥലങ്ങളിലുള്ള കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലങ്ങളിലുള്ള CPM പ്രവർത്തകരടക്കം സ്ഥാനാർത്ഥിയെ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് എന്തായാലും ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. നേതൃത്വം വലിയ കൂടിയാലോചനകളിലാണ്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഇന്നോ അല്ലെങ്കിൽ നാളെയോ പ്രഖ്യാപനം, ഇതാണ് ജോസ് കെ മാണി ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. കാരണം അവർക്ക് പ്രഖ്യാപനം നേരത്തെ നടത്തേണ്ടതുണ്ട്. പക്ഷേ അവർ ഏറ്റവും കുഴയ്ക്കുന്ന ഒരു പ്രശ്നം ജോസ് കെ മാണി എവിടെ മത്സരിക്കുമെന്നതാണ്. പാർട്ടി ചെയർമാൻ്റെ സീറ്റ് ഏതെന്ന ചോദ്യം നേരത്തെ തന്നെ റോഷി ജോസ് തർക്കം പോലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ കടുത്തുരുത്തിയോ അതോ പാലയിൽ ജോസ് ഉണ്ട് എന്ന ഉറപ്പിലാണ് പ്രവർത്തകരൊക്കെ നിൽക്കുന്നത്. ഇടതുമുന്നണിയുടെ ബുക്കിംഗ് സീറ്റ്, അവിടെ പോസ്റ്ററിങ്ങിന് വേണ്ടിയുള്ള ചുവരെഴുത്തിന് വേണ്ടിയുള്ള ബുക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം അവിടെ ആര് എന്നത് കുഴയ്ക്കുന്ന വിഷയമാണ്. എന്തായാലും 2 ഇല ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി വരും. പക്ഷേ ജോസ് ആണോ മറ്റാരെങ്കിലും ആണോ എന്നതാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുകയാണ്. നമ്മളിനി കേരള കോൺഗ്രസിൻ്റെ അടുത്ത ഗ്രൂപ്പായ ജോസഫ് ഗ്രൂപ്പ് UDFിലേക്ക് പോകുമ്പോൾ അതും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ട്. അവിടെ ജോസഫ് ഗ്രൂപ്പിന് കടുത്ത അതൃപ്തിയുണ്ട്. മറ്റൊന്നിലുമല്ല, 10 സീറ്റ് ആവശ്യത്തിൽ കോൺഗ്രസ് അതിലേക്ക് വഴങ്ങുന്നില്ല എന്നതാണ് അവരുടെ വിഷയം. ഇന്നലെയും ചർച്ച നടന്നു. പക്ഷേ ആ നേതൃത്വം തങ്ങളുടെ നിലപാടറിയിച്ചെങ്കിലും കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തിട്ടില്ല. എന്നാൽ നാളെ വൈകിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ PJ ജോസഫ് അറിയിക്കുന്നത്. ഇടുക്കി സീറ്റിലടക്കം ചില വിട്ടുവീഴ്ച ഉണ്ടാകുമെന്ന സൂചനയും PJ ജോസഫ് മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നു. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, PJ ജോസഫിന് വിട്ടുവീഴ്ച നടത്തിയാലേ മുന്നോട്ട് പോകാനാവൂ എന്ന സാഹചര്യം കോൺഗ്രസ് അറിയിച്ചു കഴിഞ്ഞു. ഞങ്ങൾ വിട്ടുവീഴ്ചയില്ല, 10ൽ തന്നെ ഉറച്ചെന്ന് അവർ പറയുമെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങേണ്ടി വരും. ഇടുക്കിക്ക് അപ്പുറം മറ്റേതെങ്കിലും സീറ്റ് അവർ ഉപേക്ഷിക്കേണ്ടി വരുമോ?
തന്നെ ധാരണയായ ഒരു സീറ്റാണ് ഏറ്റുമാനൂർ. ഏറ്റുമാനൂരിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ജോസഫ് വാഴക്കൻ മത്സരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ആ നിലയിലുള്ള കൂടിയാലോചനകളാണ് നടക്കുന്നത്. അതായത് അത് കോൺഗ്രസിനുള്ളിലും ഒരു പ്രതിസന്ധിയാണ്. തൊട്ടിപ്പുറത്ത് നാട്ടകം സുരേഷ് നോക്കിയിരുന്ന സീറ്റാണ്. അത് രമേശ് ചെന്നിത്തല ഇടപെട്ടുകൊണ്ട് ജോസഫ് വാഴക്കന് നൽകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നീട് നാട്ടകം സുരേഷിന് DCC അധ്യക്ഷന് ഒരു സീറ്റ് കൊടുക്കാനുള്ളത് കാഞ്ഞിരപ്പള്ളി ആണ്. പക്ഷെ അവിടെ ഫിൽസൺ മാത്യൂസിന് സീറ്റ് നൽകേണ്ടി വന്നേക്കും എന്ന നിലയുണ്ട്. പക്ഷെ അതിലും നേതാക്കൾ ഈ സീറ്റിന് വേണ്ടിയുള്ള പിടിവലിയാണ്. ഇത് സ്ഥാനാർത്ഥികളാകുന്നവർ മാത്രമല്ല, ഗ്രൂപ്പുകളുടെ നേതാക്കൾ കൂടി ഈ സീറ്റിന് വേണ്ടി ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അക്കാര്യത്തിലും അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഏറ്റുമാനൂർ ഏതാണ്ട് ജോസഫ് ഗ്രൂപ്പിന് നഷ്ടമാകും എന്ന നിലയാണുള്ളത്. അതിനിടെയാണ് ഒരു പരിധിവരെ PJ ജോസഫ് സ്ഥിരീകരിക്കുന്ന നിലയിലുള്ള പ്രതികരണമാണ് ഇന്ന് രാവിലെ നടത്തിയത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഈ ഇടുക്കി സീറ്റാണ്. അതായത് ഇടുക്കി സീറ്റും കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ജോസഫിന്റെ വാക്കുകളിൽ നിന്ന് രാവിലെ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. പിന്നെ ഏതൊക്കെ സീറ്റ്, നമ്മൾ നേരത്തെ കണ്ടത് 6 സീറ്റുകൾ എടുക്കും എന്നുള്ളതായിരുന്നു. ഇനി ചങ്ങനാശ്ശേരിയും കുട്ടനാടുമാണ് ബാക്കി 2 ഉള്ളത്. ഇതിൽ ഈ 2 സീറ്റുകൾ കൊണ്ട് കോൺഗ്രസ് അടങ്ങുമോ? അതായത് ഇടുക്കിയും ഏറ്റുമാനൂരും മാത്രം എടുത്തുകൊണ്ട് കോൺഗ്രസ് അടങ്ങുമോ, അതോ ഏറ്റുമാനൂരിലും ഇപ്പുറത്ത് കുട്ടനാട്ടിലും കൂടി കൈവെക്കുമോ എന്നുള്ളതാണ്. ഈ 2 സീറ്റ് പോയാൽ തന്നെ ജോസഫ് ഗ്രൂപ്പിന്റെ കാര്യം പരിതാപകരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അപ്പുറത്ത് ജോസ് കെ മാണി വിഭാഗത്തിന് നിലവിൽ 12 സീറ്റ് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പുറത്ത് ഞങ്ങളാണ് വലിയ പാർട്ടി എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് 8 സീറ്റിലേക്ക് ഫലത്തിൽ ഒതുങ്ങേണ്ടി വരുന്നു. അതിലും താഴേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസ് നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് വഴങ്ങാൻ ജോസഫ് ഗ്രൂപ്പ് തയ്യാറായേക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അവിടെയും പ്രതിസന്ധികൾ അയഞ്ഞിട്ടില്ല, ഒരു തീരുമാനമായിട്ടില്ല എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. സജിത്ത്. യെസ്, ജോസഫ് ഗ്രൂപ്പിന്റെ തർക്കം അങ്ങനെയാണ്. ജോസഫ് ഗ്രൂപ്പിനും എന്തായാലും 10 എന്നുള്ള ആവശ്യം 8ലേക്ക് ഒതുക്കേണ്ടി വരുമെന്നതാണ്. ഇടുക്കിയും ഏറ്റുമാനൂരും തന്നെയാവും. കുട്ടനാട് ഒരുപക്ഷെ അവർക്ക് മത്സരിക്കാൻ കഴിയും. ഇതാണിപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെ തർക്കമുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ തർക്കത്തിന് പരിഹാരം നാളെ വൈകിട്ടിന് മുമ്പ് ഉണ്ടാകും. അങ്ങനെയാണ് പ്രഖ്യാപനം നാളെ തന്നെ ഉണ്ടാകുമെന്ന് PJ ജോസഫ് ഇപ്പോൾ പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് കോൺഗ്രസ് ക്യാമ്പിലേക്കാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും തർക്കം തീരുന്നില്ല കോൺഗ്രസിൽ. പകുതിയിൽ താഴെ സീറ്റുകളിൽ മാത്രമാണ് ഇതുവരെ ധാരണയുണ്ടായിട്ടുള്ളത്. സിറ്റിംഗ് എം എൽ എമാരടക്കം 40 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് ഉടൻ പ്രഖ്യാപിച്ചേക്കും. ശേഷിക്കുന്നവരുടെ കാര്യത്തിൽ നാളെ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലാവും തീരുമാനമെന്നതാണ് ഇപ്പോൾ അറിയാനാവുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നേരത്തെ ഒരുങ്ങുന്നു, നേരത്തെ പ്രഖ്യാപനം 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപനത്തിന് ശേഷം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപനം, ഇതായിരുന്നു നേതൃത്വത്തിന്റെ അവകാശവാദം. എന്താണ് സംഭവിക്കുന്നത്? ഡൽഹിയിൽ ചർച്ചകളുടെ പുരോഗതി എവിടം വരെ എത്തി നിൽക്കുന്നു? സിറ്റിംഗ് MLA മാർ ഉൾപ്പെടെ 40 പേരുടെ ആദ്യഘട്ട പട്ടിക ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആദ്യഘട്ടത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞ ആഴ്ച ചേർന്നപ്പോൾ 31 പേരുടെ പേരുകൾക്ക് കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ശേഷിക്കുന്ന ഒരു 9 പേരുടെ കൂടി പേരുകൾ കൃത്യമായി തർക്കങ്ങൾ ഒഴിവാക്കി ഒറ്റ പേരിലേക്ക് എത്തിയതിനു ശേഷം 40 പേരുടെയോ അല്ലെങ്കിൽ 45 പേരുടെയോ പട്ടികയായി ആദ്യഘട്ടം പുറത്തിറക്കിയാൽ മതിയെന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ നാളെ നടക്കാൻ പോകുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം നിർണായകമായി മാറുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നേമത്തുൾപ്പെടെ ആരാകണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തർക്കങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നാളെ തന്നെ ഈ സീറ്റുകളുടെ കാര്യത്തിൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെ അടക്കം സീറ്റുകളുടെ കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്താനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം CMBക്ക് വിട്ടുകൊടുക്കുക, അതോടൊപ്പം വട്ടിയൂർക്കാവിൽ K മുരളീധരൻ മത്സരിക്കുക, അതോടൊപ്പം കോവളത്ത് സിറ്റിംഗ് MLA M വിൻസെന്റ്. ഇതിന് പുറമെ ബാക്കി ശേഷിക്കുന്ന 11 ഇടങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.